الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും സന്തത സഹചാരികളായി നമ്മുടെ കൂടെയുള്ള മലക്കുകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സഹവാസവും സഹചാരവും നാം ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നുണ്ടെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏത് ജോലികളും വളരെ കൃത്യമായി മടുപ്പ് കൂടാതെ നിർവഹിക്കുന്നവരാണവർ എന്ന് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനമുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വക്കലല്ലാഹു ബിർറഹ്മി മലക. ഒരു സ്ത്രീയുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഗർഭം ധരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആദ്യഘട്ടം മുതൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ബീജവും മണ്ഡവും കൂടിച്ചേർന്ന് സിക്താണ്ഡമായി അത് വളരുന്ന ആ ആദ്യഘട്ടം, അത് നുത്ഫത്താകുമ്പോഴും അലഖത്താകുമ്പോഴും മുദ്ഗത്താകുമ്പോഴും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഐ റബ്ബി നുത്ഫ, ഐ റബ്ബി അലഖ, ഐ റബ്ബി മുദ്ഗ എന്നിങ്ങനെ മലക്കുകൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവരിങ്ങനെ അതിനെക്കുറിച്ചുള്ള ഉണർത്തലുകൾ നടത്തുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഗർഭാശയങ്ങളിലുള്ള എല്ലാ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളിലും പരമമായ അധികാരവും നിയന്ത്രണവുമുള്ളവൻ. ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അവനാകുന്നു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിങ്ങൾക്ക് രൂപം നൽകുന്നവൻ, അവൻ ഉദ്ദേശിച്ചതുപോലെയായിരിക്കും എന്നാണ്. അതേപോലെ തന്നെ വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ അറിവും ജ്ഞാനവും ഉള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഈ ഓരോ ഘട്ടത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇദാ മർറ ബിൻ നുത്ഫ സിൻതാനി വ അർബഊന ലൈല, അതിൻ്റെ ഒന്നാം ഘട്ടമായ
അതിൻ്റെ സിക്താണ്ഡത്തിന് 42 ദിവസം കഴിഞ്ഞു പോയാൽ, അതേപോലെ തന്നെ അതിൻ്റെ മുതുകത്തിന് 42 ദിവസം കഴിഞ്ഞു പോയാൽ, അങ്ങനെ 3 ഘട്ടങ്ങളെ പ്രത്യേകം പ്രവാചകൻ എടുത്ത് പരിചയപ്പെടുത്തുന്നു. ആകെ 126 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞാൽ 4 മാസത്തിലധികം കുറച്ച് ദിവസം കൂടി ഉണ്ടാകും. ആ ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിയോഗിക്കുന്ന ഒരു മലക്ക് മുഖേന ഈ ഗർഭസ്ഥ ശിശുവിന് റൂഹിനെ നൽകുന്നത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നത്. അതിൻ്റെ ഓരോ ഘട്ടവും ഫസവ്വറഹ വ ഖലഖ സമഅഹ വ ബസറഹ വ ജിൽദഹ വ ലഹ്മഹ വ ഇളാമഹ, ആ ശിശുവിൻ്റെ അതിൻ്റെ കേൾവിയും കാഴ്ചയും അതിൻ്റെ ചർമ്മങ്ങളും അതിൻ്റെ മാംസവും അതിൻ്റെ അസ്ഥിയെ പൊതിഞ്ഞുണ്ടാകുന്ന മാംസഭാഗങ്ങളുമൊക്കെ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും താണ്ടിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ 4 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹു തന്നെ നിയോഗിക്കുന്ന മലക്ക് മുഖേനയാണ് നമുക്കൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ, റൂഹിനെ ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ഗർഭസ്ഥ ശിശു മരണപ്പെടുകയാണെങ്കിൽ, അത് ഗർഭാവസ്ഥയിൽ മരണപ്പെട്ടാലും പ്രസവിച്ച ഉടനെ മരണപ്പെടുകയാണെങ്കിലും 4 മാസം പൂർത്തിയായി കഴിഞ്ഞ ഒരു ശിശുവാണെങ്കിൽ അതിന് സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ ചെയ്യുന്ന എല്ലാ മരണാനന്തര ശേഷക്രിയകളും നമ്മൾ ചെയ്യണമെന്ന് ആ വിഷയത്തിൽ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മരിച്ചിട്ടുള്ള ഒരു ഗർഭസ്ഥ ശിശുവിനെ എല്ലാവരെയും കുളിപ്പിക്കുന്നത് പോലെ കുളിപ്പിക്കുകയും കഫൻ പുടവ അണിക്കുകയും നമസ്കരിക്കുകയും അതിനു പുറമെ അതിനൊരു പേര് വിളിക്കുകയും ചെയ്യണമെന്നാണ്. കാരണം ഈ പേരിലാണ് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആ കുട്ടിയെയും വിളിക്കപ്പെടുക. തൻ്റെ പിതാവിനിലേക്ക് ചേർത്തിക്കൊണ്ട് ആ പേര് വിളിക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലായിക്കൊണ്ട് നമുക്ക് കിട്ടിയ ആത്മാവ്, റൂഹ് എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ റൂഹിൻ്റെ ചൈതന്യത്താലാണ് മനുഷ്യരായ നമ്മൾക്ക് ഉണർവും ക്രിയാപരതയും കർമ്മശേഷിയും ഓജസ്സുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുറപ്പാണ്. കാരണം ആ റൂഹ് താൽക്കാലികമായി നമ്മളിൽ നിന്ന് പിരിയുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ അവസ്ഥ. ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ റൂഹ് നമ്മോട് വേർപെട്ട് പിരിയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊന്നും ഓർമ്മയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചേതനയറ്റവരെ പോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മെ ചൈതന്യമുള്ളവരാക്കി തീർക്കുന്നത് നമ്മുടെ ഈ ആത്മാവാണ്. ഈ ആത്മാവ് ഇനി ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത് ഒരു മലക്കിനെ തന്നെയാണ്. ഈ ഗർഭാവസ്ഥയെക്കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തലഉ ഇല്ലാ ബിഇൽമി. അല്ലാഹുവിൻ്റെ അറിവില്ലാതെ ഒരു ഫലവും അതിൻ്റെ തൊണ്ടിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നാണ്. നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഫലങ്ങളാകട്ടെ അതിൻ്റെ തൊണ്ടിൽ നിന്ന് അത് പുറത്തു വരുന്നത് അല്ലാഹുവിൻ്റെ അറിവോടുകൂടിയാണ്. വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തലഉ ഇല്ലാ ബിഇൽമി. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതും ആ സ്ത്രീ പ്രസവിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ അറിവോടുകൂടി അല്ലാതെ നടക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെക്കുറിച്ചുള്ള വിവരമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്രയാകുന്ന സന്ദർഭത്തിൽ മലക്കിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ആത്മാവിനെ പരിപൂർണമായി ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ആര്? മലക്കുൽ മൗത്ത് അല്ലദീ വുക്കില ബികും. നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണനേരത്ത് ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോവുക. അതൊരു മലക്ക് മാത്രമായിരിക്കുകയില്ല, ഒരു സംഘം മലക്കുകളായിരിക്കും ആ സന്ദർഭത്തിൽ വരിക എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്.
حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. നിങ്ങൾക്ക് മരണമാസന്നമാകുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ റുസുലുകളായ മലക്കുകളിൽ നിന്നുള്ള ദൂതന്മാരായ മരണവുമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. വഹും ലാ യുഫർരിതൂൻ, ഒരിക്കലും അതിലൊരു വീഴ്ചയും അവർ വരുത്തുകയില്ല. പിന്നീടോ സുമ്മറുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, നിങ്ങളുടെ യഥാർത്ഥ രക്ഷകനായ അള്ളാഹുവിന്റെ അരികിലേക്ക് അവർ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകുന്നു എന്ന് നമ്മുടെ മരണത്തെക്കുറിച്ച് ധാരാളം ഇതുപോലെ ഇതിന് സമാനമായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. മരണം രണ്ട് രീതിയിലാണ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നഫ്സുൻ ത്വയ്യിബ, മറ്റൊന്ന് നഫ്സുൻ ഖബീസ. പരിശുദ്ധാത്മാവിൻ്റെ മരണം, ഒരു വിശ്വാസിയായ ആളിൻ്റെ മരണം. മറ്റൊന്ന് നഫ്സുൻ ഖബീസ, മ്ലേച്ഛാത്മാവിൻ്റെ മരണം, അവിശ്വാസിയായ ആളിൻ്റെ മരണം. ഇസ്ലാമികമായി രണ്ട് രീതിയിൽ മാത്രമേ മരണം നടക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ഒരു വിശ്വാസിയായ ആൾ മരിക്കുമ്പോൾ മലക്കുകൾ അയാളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവർക്ക് ആശ്വാസവചനങ്ങൾ നേരുന്നുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ ശാന്തമായ സമാധാനം പ്രാപിച്ച ആത്മാവേ, നിന്റെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങാൻ നേരമായി. നീ തൃപ്തിപ്പെട്ട നിലയിൽ, നിന്റെ കുറിച്ച് നിന്റെ റബ്ബ് സംതൃപ്തനായ നിലയിൽ നീ മടങ്ങിക്കൊള്ളുക. ആ റബ്ബിന്റെ അരികിൽ നിനക്ക് അനശ്വരമായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്നാണ് മലക്കുകൾ അവരെ എതിരേറ്റ് വരവേറ്റുകൊണ്ട് പറയുന്നതെന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് ജീവിതത്തിൽ പ്രഖ്യാപിച്ചവർ, വെറും പ്രഖ്യാപനം മാത്രമല്ല, സുമ്മസ്തഖാമു, തങ്ങളുടെ ആദർശത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചു കൊള്ളുക എന്നുള്ള ഈ സന്തോഷവാക്യങ്ങൾ അവരെ അറിയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. ഇനി ആത്മാവിനെ പിടിക്കുന്നതോ വളരെ സൗമ്യമായി, വളരെ പ്രയാസരഹിതമായ രീതിയിലായിരിക്കും. അതാണ് ഖുർആൻ വന്നാശിതാതി നഷ്താ, അത് മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസിയായ ആളിൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ വളരെ സൗമ്യമായി പുറത്തെടുക്കുകയും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർഗീയ പട്ടുടയാടകളിൽ അതിനെ പൊതിഞ്ഞുകൊണ്ട് അവർ റബ്ബിന്റെ അരിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ അതിനെ ഉപമിച്ചത്, ഒരു വിശ്വാസിയുടെ റൂഹിനെ മലക്കുകൾ പിടിച്ചെടുക്കുന്നതിന് ഉപമിച്ചത് എങ്ങനെയാണെന്നോ, നമ്മുടെ ഒരു പൂജയിൽ നിന്നൊരു കോപ്പയിലേക്ക് നമ്മൾ പാനീയം ഒഴിക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് അവരുടെ കൈകളിലേക്ക് ഉതിർന്നു വരുമെന്നാണ് റസൂലുള്ള അതിനെ വിശദീകരിച്ചു തന്നത്. നേരെ മറിച്ച് അവിശ്വാസിയുടെ മരണമാണെങ്കിലോ ഖുർആൻ ആ കാര്യവും പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക്. ഒരു അവിശ്വാസിയുടെ ആ ശരീരത്തിലേക്ക് മലക്കുകൾ ഊളിയിട്ടിറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ആത്മാവിനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമികളായി ഈ ദുനിയാവിൽ ജീവിച്ച മനുഷ്യന്റെ അന്ത്യദിനങ്ങളിൽ ആ മരണത്തിന്റെ ചക്രശ്വാസം വലിക്കുന്ന അതിന്റെ ദുരിതങ്ങൾ പേർന്ന ആ സമയത്ത് മലക്കുകൾ അവരുടെ കൈകൾ നീട്ടി അവരോട് ആജ്ഞാപിക്കും, നിങ്ങളുടെ റൂഹിനെ പുറത്തെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്
അതിനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉപമിച്ചത് 4 ഭാഗത്തേക്കും മുള്ളുകളുള്ള ഒരു ഇരുമ്പ് ദണ്ട് നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഊരിയെടുക്കാൻ നമുക്ക് എത്ര പ്രയാസമുണ്ടോ അതുപോലെയായിരിക്കും അവിശ്വാസിയുടെ ആത്മാവിനെ മലക്കുകൾ വലിച്ചു പറിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ സമാധാനത്തോടു കൂടിയുള്ള ഒരു മരണം സംഭവിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളായ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. മരിച്ചതിന് ശേഷവും മലക്കുകളുടെ സാമീപ്യവും സാന്നിധ്യവും അവസാനിക്കുന്നില്ല. പിന്നെ ബർസഖിയായ ലോകത്തേക്ക്, ഖബർ ജീവിതത്തിലേക്ക്, ആത്മാവിന് കൂടുതൽ പ്രാധാന്യമുള്ള ആ ലോകത്തേക്ക് അവർ വരുന്നുണ്ട്. മുങ്കറും നക്കീറും കടന്നു വരുന്നു. അതേപോലെ തന്നെ അവർ നിർവഹിക്കുന്ന ജോലികളെ കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായി പഠിച്ചതാണ്. ആ ആലമുൽ ബർസഖിലും അവരുണ്ട് എന്നാണ്. മാത്രവുമല്ല, ഇനി ഉയർത്തെഴുന്നേൽപ്പ് നാളിലും അവിടെയും മലക്കുകൾ നിർവഹിക്കുന്ന ഡ്യൂട്ടികളെ കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്തിനൊരു അന്ത്യം സംഭവിക്കും എന്നുള്ള ഉറപ്പാണ്. ആ അന്ത്യദിനം സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു മലക്കിന്റെ ഊത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം, ആ സമയത്തും സർവനാശത്തിന്റെ സമയമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അത് നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ആ സർവനാശം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയും ഒരു മലക്കിന്റെ നഫ്ഖത്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഊത്ത് സംഭവിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ട മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ സഹാബിമാരോട് പറയുന്നുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കാഹളം, ആ സൂറ് തന്റെ ചുണ്ടോട് ചേർത്ത് നെറ്റി ചൊളിച്ചുകൊണ്ട് എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് എന്ന് പ്രതീക്ഷിച്ച് അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥ, അത് ഞാൻ കാണുമ്പോൾ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ സഹാബത്തിനെ ഉണർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സർവനാശത്തിന്റെ ഊത്തും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് നിർവഹിക്കുന്നു. അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഊത്തും ആ മലക്ക് തന്നെയാണ് നിർവഹിക്കുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കുറിച്ച് റസൂൽ വിശദീകരിച്ചത്, മനുഷ്യരെല്ലാം മരിച്ചുപോയ മണ്ണിൽ നിന്ന് ക്ഷീരവിത്തുകൾ മുളച്ചു പൊങ്ങുന്ന പോലെ ഓരോ മനുഷ്യരും അവർ മുളച്ചു പൊങ്ങുമെന്നാണ്. അവർ മരിച്ച സന്ദർഭത്തിലുള്ള ശരീരത്തിന്റെ വെയിറ്റ് ആയിരിക്കും അവർക്കുണ്ടാവുക. അവരുടെ റൂഹിനെ തന്നെ അവരിലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെടും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ട് ഈ ആയത്താണ് അവർക്ക് ഓതിക്കേൽപ്പിച്ചത്. ഈ ആത്മാക്കൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് തന്നെ കൂട്ടിയിണക്കപ്പെടുന്ന സന്ദർഭം വന്നാൽ എങ്ങനെയായിരിക്കുമെന്നാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരുത്തരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നഗ്നരായി, നഗ്നപാതരായി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളെ അതാ കൊണ്ടുവരാൻ മലക്കുകൾ വരുന്നു. നമ്മളെ അല്ലാഹുവിന്റെ സവിധത്തിങ്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അതാ നമ്മളെ ഒരു മലക്ക്, ഒരു സായിഖ് നമ്മുടെ കൂടെ ഉണ്ടാകും. വശഹീദ്, നമുക്ക് സാക്ഷിയായി മറ്റൊരു മലക്കും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെയുള്ള മലക്കുകൾ വിശ്വാസികളാണെങ്കിൽ അവർക്ക് എപ്പോഴും സന്തോഷ വാർത്തകൾ അറിയിച്ചു കൊണ്ടിരിക്കും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഭൗതിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും ഞങ്ങളാകുന്നു നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ കൊതിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകാൻ നിങ്ങളുടെ റബ്ബ് ഒരുങ്ങി നിൽക്കുകയാണ്. ആ റബ്ബിന്റെ അരികിൽ നിന്നുള്ള വിരുന്നു സൽക്കാരമാണ് സ്വർഗലോകം. അവിടെയുള്ള സുഖാനന്ദങ്ങൾ. അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാണ്.
എന്ന് ആ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവിശ്വാസികളാണെങ്കിലോ സ്വർഗത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ എന്ന പോലെ തന്നെ നരകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ കുറിച്ചും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ആ നരകത്തിന് കാവൽക്കാരായി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന മലക്കുകളെ നാം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗിലാദുൻ ശിദാദ്, അവർ പരുഷ സ്വഭാവികളും കഠിന ഹൃദയരുമാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് യാതൊരു എതിരും കാണിക്കാതെ ഉടനെ അത് നിർവഹിക്കുന്നവരാണ് ആ മലക്കുകളെന്ന് അവരെ കുറിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ നോക്കൂ നിങ്ങൾ. നമ്മുടെ ഗർഭാവസ്ഥ മുതൽ നമ്മുടെ മരണസമയം, നമ്മുടെ ഖബർ ജീവിതം, ബർസഖിയായ ജീവിതം, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്, അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി വിചാരണ ചെയ്യുന്നത് വരെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ കൂടെയുള്ളവരാണ് അള്ളാഹുവിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ മലക്കുകൾ എന്ന ബോധം നമുക്കുണ്ടാകണം. ഈമാനിന്റെ സുപ്രധാനമായ ഒരു ഘടകമാണ് മലക്കുകളിലുള്ള വിശ്വാസം എന്നുള്ളത്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കൂ, തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാൻ ഈ ഈമാനാണ് അവനെ പ്രേരിപ്പിക്കേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ രണ്ടാമതായി ഈ വിശ്വാസം നമ്മെ അതിനെ പ്രചോദിപ്പിക്കും. അങ്ങനെ നന്മകളിൽ നിരതരാകുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുടനീളം നിരീക്ഷകരായി, കാവൽക്കാരായി, എഴുത്തുകാരായി, നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടി, കുടുംബാംഗങ്ങൾക്കും മക്കൾക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ കൂടെ എപ്പോഴുമുള്ള മലക്കുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിലൂടെ അത് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ലില്ലാഹി മലായിക, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, യതആകബൂന ഫീക്കും, നിങ്ങളിൽ ഊഴമായി കൊണ്ടാണ് അവർ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. മലായികത്തും ബില്ലൈൽ വ മലായികത്തും ബിന്നഹാർ, പകൽ സമയത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു സംഘം മലക്കുകൾ, രാത്രി കാലത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കപ്പെട്ട മറ്റൊരു വിഭാഗം മലക്കുകൾ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്ന ഒരു സമയമുണ്ട്. അവരുടെ പകലിലുള്ള ഡ്യൂട്ടിയും രാത്രിയിലുള്ള ഡ്യൂട്ടിയും കഴിഞ്ഞു പോകുന്ന ആളുകൾ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന രണ്ട് നേരം. ആ നേരം പ്രവാചക തിരുമേനി പറഞ്ഞത്, യജ്തമഊന ഫീ സ്വലാത്തിൽ ഫജ്ർ വ സ്വലാത്തിൽ അസ്ർ, നിങ്ങൾ ഫജ്ർ നമസ്കരിക്കുന്ന നേരം, സുബ്ഹി നമസ്കാരത്തിന്റെ നേരത്ത് രാത്രിയിലുള്ള മലക്കുകൾ പോകുന്ന നേരമാണ്. പകൽ സമയം ഡ്യൂട്ടി ഏറ്റെടുക്കാൻ വരുന്ന ഈ രണ്ട് മലക്കുകളും സന്ധിക്കുന്ന ഒരു സമയമാണെന്നാണ്. അതേപോലെ തന്നെ സ്വലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരത്തിന്റെ സമയത്തോ രാത്രിയിലെ മലക്കുകൾ വരികയും പകലിലെ മലക്കുകൾ പോവുകയും ചെയ്യുന്ന ഈ രണ്ട് നേരത്തെ നമസ്കാരം, ആ സമയമാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മലക്കുകൾ ഇവിടെ നമ്മുടെയൊക്കെ റിപ്പോർട്ട് അള്ളാഹുവിന് നൽകിക്കൊണ്ട് ആ സന്ദർഭത്തിൽ അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ എങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിൽ വിട്ടേച്ചു പോകുന്നത്? അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല ചോദ്യം. ഫയസ്അലുഹും റബ്ബുഹും വഹുവ അലമു ബിഹിം, അള്ളാഹുവിന് നമ്മളെ കുറിച്ച് നന്നായി അറിയാം. എന്നാലും മലക്കുകളുടെ ആ ചുമതലകൾ നിർവഹിച്ച ഒരു റിപ്പോർട്ടിങ്ങിന് വേണ്ടി അള്ളാഹു അവരോട് ചോദിക്കും. അവർ പറയുന്നത് എന്താണോ, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവിടെ അവരുടെ അരികിൽ ചെന്നപ്പോൾ അവർ നിസ്കാരത്തിലാണ്, സുബഹി നിസ്കാരത്തിലാണ്. ഞങ്ങൾ പോന്നപ്പോഴും അവർ നമസ്കാരത്തിലാണ്, അസ്ർ നമസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ
5 നമസ്കാരവും വക്തും പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ 2 വക്ത് നമസ്കാരം മലക്കുകളുടെ ഈ പ്രത്യേക വിഭാഗത്തിന്റെ സാന്നിധ്യമുള്ളതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാര്യം നാം ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. ദാഹം തീരുവോളം മതിവരുവോളം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാന്യമായ അന്തസ്സുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ തലചായ്ക്കാൻ ഒരിടമുണ്ട്, ചെല്ലാൻ ഒരു അത്താണിയുണ്ട്, നമ്മുടെ വീടുണ്ട്, കുടുംബമുണ്ട്. അവിടെയൊക്കെ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി നിർഭയരായി അന്തിയുറങ്ങുന്നവരാണ് നമ്മൾ. എന്നാൽ ഇതൊന്നുമില്ലാത്ത ആളുകൾ, ഈ പറഞ്ഞതൊന്നും ഇപ്പോൾ അനുഭവിക്കാത്ത ആളുകൾ നമ്മുടെ സഹോദരങ്ങളായി ഫലസ്തീനിലുണ്ട്, ഗസയിലുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം മാത്രമല്ല, എല്ലാവരെയും ഉണർത്താൻ അതിന് പ്രത്യേക പരിപാടികളും ദിവസങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴൊക്കെ അള്ളാഹുവിന്റെ നേരെ കൈകൾ ഉയർത്തുന്നുവോ, മനസ്സ് തിരിക്കുന്നുവോ, ദുആ ഇറക്കുന്നുവോ, അവരെ ചേർത്ത് വെക്കേണ്ട ഒരു സമയമാണിത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദുആ ചെയ്താൽ മാത്രം പോരാ, അവരെ ഈ കൊടും ക്രൂരതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ദിനേനയുള്ള ദൈനംദിന ജീവിതത്തിൽ എത്രയോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ചോക്ലേറ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ക്ലീനിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വസ്ത്രങ്ങളുണ്ട്, അടിവസ്ത്രങ്ങൾ വരെ. അത് നമ്മൾ ബഹിഷ്കരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. കച്ചവടക്കാർ തൽക്കാലം അത് വിൽക്കേണ്ട എന്ന് തീരുമാനിക്കുക. ഉപഭോക്താക്കളായ നമ്മൾ അങ്ങനെയുള്ള മധുരം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടെന്ന് വെക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹുവേ, ഗസയിലുള്ള ഫലസ്തീനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ദുരിതങ്ങൾ നീ അകറ്റി കൊടുക്കണമേ റബ്ബേ. അവരുടെ ഓരോ മരണത്തിനും അർഹമായ പ്രതിഫലവും രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അവരുടെ ഈ ദുരിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്നൊരു മോചനം അവർക്ക് നീ നൽകണമേ റബ്ബേ. ഞങ്ങളുടെ കയ്യിൽ നിഷ്കളങ്കമായ ഈ പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ ഉള്ളത് റബ്ബേ. അവരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഞങ്ങളെ നീ പരീക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യരുത് റബ്ബേ. ഞങ്ങളുടെ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന നീ കേൾക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിൽ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.